ഗബ്ബർ സിംഗും വീരുവും ജയും ഒക്കെ ഇങ്ങനെ ബസന്തി അവരൊക്കെ നടന്നു പോയ സ്ഥലങ്ങളല്ലേ ഇതൊക്കെ എന്ന് തോന്നുമ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം നമുക്ക് തോന്നാറുണ്ട്. ഇത് കാട് പെടുന്ന ഒരു കാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിജനമായ ഒരു സ്ഥലം, സെൻസറിങ്ങിന് കൊടുക്കും. അപ്പോൾ മൊത്തം ദൈർഘ്യം തന്നെ 4.5 മണിക്കൂർ എന്തോ ആയിരുന്നു മൊത്തം ഷൂട്ട്. അത് തന്നെ ഒരു വളരെ പ്രയാസപ്പെട്ട് 3.5 മണിക്കൂർ എന്തോ ആക്കി മാറ്റി. സാർ നേരത്തെ പ്രതിപാദിച്ചല്ലോ നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷനെ കുറിച്ച്. രാമനഗരം എക്സാക്റ്റ് എവിടെയാണ്? രാമനഗരം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്താൽ മൈസൂർ റോഡിലാണ്. മൈസൂരിലേക്ക് പോകുന്ന വഴിയിലാണ് രാമനഗരം. അപ്പോൾ നമുക്ക് ആ രാമനഗരം അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ, അടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും 2 സൈഡും ഈ ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളും ഒക്കെയുള്ള ഒരു. അപ്പോഴേ നമുക്ക് തോന്നും, നമുക്ക് ഷോലെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവിടെ ആയിരിക്കുമോ എന്ന് തോന്നും നമുക്ക്. കാരണം അത്രയും പരിചിതമായ ഒരു ഏരിയയാണ് രാമനഗരം. അപ്പോൾ എനിക്ക് ഈ ഷോലെ ഒരു ആവേശമായതുകൊണ്ട് ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, രാമനഗരത്ത്. അത് രാമനഗരം റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ മാറി, ഇപ്പോൾ വലിയൊരു റെയിൽവേ സ്റ്റേഷനായി. ഇപ്പോഴും പുതുക്കി പണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു 2 മാസം മുമ്പ് അവിടെ പോയിരുന്നു. ആ രാമനഗരം ഹൈവേ തന്നെ വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ വലതുവശം തിരിഞ്ഞ് അകത്തോട്ട് പോകണം. അപ്പോഴാണ് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ വരുന്നത്. അവിടെ ഒരു വലിയൊരു ക്ഷേത്രമുണ്ട്. ഒരു ഏതാണ്ട് 500 പടിക്കെട്ടുകൾ കയറി പോകേണ്ട ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അതിൻ്റെ സൈഡിലാണ് ഈ ഷോലെ മുഴുവൻ ഷൂട്ടിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഒരുപാട് ഏരിയ ഒന്നുമില്ല. അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഠാക്കൂർ ബൽദേവ് സിംഗിൻ്റെ വീട് എന്ന് നിങ്ങൾക്ക് കണ്ടറിയാമായിരിക്കും. ഠാക്കൂർ ബൽദേവ് സിംഗിൻ്റെ വീട് ഉണ്ടായിരിക്കുന്ന ആ ഏരിയ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ കുടുംബത്തിന് ആ സകലം ഗബ്ബർ കുതിരപ്പുറത്ത് വന്ന് കൊല്ലുന്ന ആ രംഗങ്ങൾ ഉള്ള ആ ഒരു സ്ഥലം. അതും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഗബ്ബറിൻ്റെ അഡ്ഡ എന്ന് പറയുന്ന, ഗബ്ബർ ഇരിക്കുന്ന കിത്തനെ ആത്മീയതയെ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു രംഗം. അതേപോലെ ജബ് തക് കെ ജാൻ എന്നുള്ള ഹേമമാലിനിയുടെ ഡാൻസുള്ള ആ ഒരു സ്ലോപ്പുള്ള ഒരു പാറ, ഇതെല്ലാം ഇതിൻ്റെ വളരെ അടുത്തടുത്ത് തന്നെയാണ്. അതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് അവിടെ ഒരു ബ്രിഡ്ജ്, ഒരു പാലം ഉണ്ടായിരുന്നു. ആ പാലത്തെയാണ് അവസാനമായിട്ട് അമിതാഭ് ബച്ചൻ ലാസ്റ്റ് ചെയ്ത് ഇത് ചെയ്യുന്നത്. ആ പാലം ഉള്ള സ്ഥലവും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. പക്ഷെ ഇപ്പം പാലമൊന്നുമില്ല. പലയിടത്തും നമുക്ക് പോകാൻ പറ്റില്ല, കാരണം അത്രത്തോളം ചെടികളൊക്കെ വളർന്ന് ഇരിക്കുകയാണ്. ഷോലെ ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ കുന്നുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ കാലം അതിക്രമിച്ച് വരുന്ന ഒരു ഘട്ടത്തിൽ ഇഷ്ടംപോലെ പച്ചപ്പ് വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും നമുക്ക് എത്തിപ്പറ്റാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ കണ്ടു. ഞാൻ അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. വളരെയധികം നോസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്ത അവസരമായിരുന്നു അത്. കാരണം ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ താജ്മഹലിൽ പോയി കാണുകയാണെങ്കിൽ, താജ്മഹലിൽ ഇരിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു വൈബ് നമുക്ക് കിട്ടില്ലേ. ലൈക്ക് മേ ബി ഷാജഹാൻ ചക്രവർത്തിയൊക്കെ നടന്നു പോയ സ്ഥലം എന്നൊക്കെ തോന്നില്ലേ. അതുപോലെ ഗബ്ബർ സിംഗും വീരുവും ജയും ഒക്കെ ഇങ്ങനെ ബസന്തി അവരൊക്കെ നടന്നു പോയ സ്ഥലങ്ങളല്ലേ ഇതൊക്കെ എന്ന് തോന്നുമ്പോൾ ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം നമുക്ക് തോന്നാറുണ്ട്. രാമനഗരം, ഈ രാമനഗരത്ത് ഇതിന് മുമ്പ് മായ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് 1957-ലാണ്. അതിനുശേഷം പിന്നെ ഷോലെയാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. രാമോജി റാവു ഫിലിം സിറ്റി അതേപോലുള്ളൊരു പ്ലേസ് ആണോ അതോ? ഇത് കാട് പെടുന്ന ഒരു കാടാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിജനമായ ഒരു സ്ഥലം. അധികം ആൾക്കാരൊന്നുമില്ല. ഈ അമ്പലത്ത് പോകുന്ന കുറേ പേര് വരുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. ആ റോഡ് തന്നെ രമേഷ് സിപ്പി ഉണ്ടാക്കി കൊടുത്ത റോഡാണ്. രമേഷ് സിപ്പി റോഡ് എന്നാണ് അതിന് പറയുന്നത്. സിനിമയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു റോഡാണ് ഇവർക്ക് പോകാൻ വേണ്ടി. കാരണം ഈ ഷൂട്ടിംഗ് സമയത്ത് ഏതാണ്ട് 200 പേർക്ക് ഭക്ഷണം പാകം ചെയ്യുമായിരുന്നു അവിടെ. ഏതാണ്ട് 200 പേര് ഡെയിലി ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ അതിനുവേണ്ടി റോഡ് രമേഷ് സിപ്പി തന്നെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത്. അത് രമേഷ് സിപ്പി റോഡ് തന്നെയാണ് അവർ പറയുന്നത്. ആ രാമനഗരം എനിക്ക് തോന്നുന്നത് അതിന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഭാവനയോടുകൂടി, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റോ അവർക്ക് ഭാവനയോടുകൂടി അതിനെ ഒന്ന് രൂപീകരിച്ച് ഈ ലൊക്കേഷൻസൊക്കെ വേണമെങ്കിൽ സെറ്റ് പോലെ റീക്രിയേറ്റ് ചെയ്ത്, നിങ്ങൾ പറയുന്നത് രാമോജി ഫിലിം സിറ്റിയോ അല്ലെങ്കിൽ ഹോളിവുഡ് നമ്മളെ ഈ ഡിസ്നി ലാൻഡിലൊക്കെ ചെയ്യുന്ന പോലെ ഗംഭീരമാക്കി ആൾക്കാരെ അവിടത്തേക്ക് ഷോലയുടെ സീൻസൊക്കെ കാണിച്ച് ആ ഷൂട്ടിംഗ് ഏരിയയും ഇതാണ് ഇത് എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്തൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു നല്ല എന്താ പറയുക പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ്. അത് വിജനമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇപ്പോൾ 51 വർഷമായി ഷോലെ റിലീസ് ചെയ്തിട്ട്. ഇനിയെങ്കിലും അത് ചെയ്യാം ആർക്കെങ്കിലും.
വലിയൊരു ഫിലിം ടൂറിസം സ്പോട്ടായിട്ട് ഫിലിം ടൂറിസം സ്പോട്ടായിട്ട് രാമനഗരം മാറും. അങ്ങനെ ഇനി വരുന്ന അധികാരികളത് മനസ്സിലാക്കി ചെയ്യട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ രാമനഗരത്തിൽ ഒരു തമാശ എന്ന് പറയുന്നത്, ഈ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് തിരിച്ചു പോയി എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെൻസറിങ്ങിന് കൊടുക്കും. അപ്പോൾ മൊത്തം ദൈർഘ്യം തന്നെ 4.5 മണിക്കൂർ എന്തോ ആയിരുന്നു മൊത്തം ഷൂട്ട്. അത് തന്നെ ഒരു വളരെ പ്രയാസപ്പെട്ട് 3.5 മണിക്കൂർ എന്തോ ആക്കി മാറ്റി. സെൻഡ് ടു സെൻസറിങ്. പക്ഷെ അന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും, 1975 പറഞ്ഞ അടിയന്തരാവസ്ഥക്കാരാണ്. അപ്പോൾ സെൻസർ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ചില രംഗങ്ങൾ വയലൻസ് ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് രംഗങ്ങൾ സെൻസസ് കട്ട് ചെയ്തു. അതിൽ കുറേ രംഗങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ താക്കൂർ ബൽദേവ് സിംഗിൻ്റെ കാലിൽ പ്രത്യേക തരത്തിലുള്ളൊരു ഷൂസാണ്, ആണി വെച്ചിട്ടുള്ളൊരു ഷൂസാണ് പുള്ളി ധരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പുള്ളിയുടെ അസിസ്റ്റൻ്റായ സത്യൻ കപൂർ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതിന് മൂർച്ച കൂട്ടുന്ന ഒരു സീനുണ്ട്. എന്നിട്ട് അത് താക്കൂർ ബൽദേവ് സിംഗിനെ കൊടുക്കുന്ന ഒരു രംഗമാണ്. അതെല്ലാം കട്ട് ചെയ്തു. അതേപോലെ ഈ സച്ചിൻ എന്ന് പറഞ്ഞ നടൻ്റെ ആദ്യത്തെ ഒരു സിനിമയാണ്. അതായത് അന്ന് റഹീം ചാച്ച എന്ന് പറഞ്ഞ് കെ ഹങ്കൽ ചെയ്ത ഒരു കഥാപാത്രമുണ്ട്, വയസ്സായ മറ്റേ ഇമാം എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് സച്ചിൻ്റെ റോള് ചെയ്തത്. അദ്ദേഹം ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഗബ്ബർ സിംഗ് എൻ്റെ ആൾക്കാർ പുള്ളിയെ പിടിച്ചിട്ട് കൊല്ലും. അപ്പോൾ ആ കൊല്ലുന്ന രംഗങ്ങളൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ സെൻസർഷിപ്പ് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന രംഗം എന്ന് പറയുന്നത് പുള്ളിയെ കൊണ്ടുവരുന്നതും ഗബ്ബർ ഇങ്ങനെ ഒരു ഈച്ച കയ്യിൽ വരുന്നതിന് ഇങ്ങനെ അടിക്കും. അത് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോഡി കുതിരയിൽ ഈ ഗ്രാമത്ത് വരുന്നതാണ്. അങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളി ശരിക്കും ടോർച്ചർ ചെയ്യുന്ന രംഗങ്ങളുണ്ട്, അതെല്ലാം കട്ട് ചെയ്തു. എന്നിട്ട് ഈ വില്ലേജിൽ കൊണ്ടുവന്ന് ബോഡി ഇപ്പോൾ ധർമ്മേന്ദ്രയും ബച്ചനും കൂടി അത് എടുത്തിട്ട് താഴെ വെക്കുന്നതും എ കെ ഹങ്കലിനെ വിളിച്ചുകൊണ്ട് വരുന്നതും എ കെ ഹങ്കൽ പരിധി നോക്കി ബോഡി പരിധി നോക്കി മരിച്ചു എന്ന് മനസ്സിലാക്കുന്ന വളരെ വൈകാരികമായ രംഗങ്ങളുണ്ട്. അതൊക്കെ ചിത്രീകരിച്ചത് ഇവിടെയാണ്. പിന്നുള്ളത് സെൻസർഷിപ്പ് കട്ട് ചെയ്തത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. നമ്മളെല്ലാം കാണുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത് രണ്ടാമത് റീഷൂട്ട് ചെയ്തതാണ്. ആദ്യത്തെ ക്ലൈമാക്സിൽ താക്കൂർ ബൽദേവ് സിംഗ് ഗബ്ബർ സിംഗിനെ കൊല്ലും, ഗബ്ബർ സിംഗ് മരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഷൂട്ട് ചെയ്ത് സെൻസർ ബോർഡ് സമ്മതിച്ചില്ല. അത് മാറ്റാതെ സിനിമ അപ്രൂവ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഈ എൻ്റയർ ടീം രാമനഗരത്ത് വീണ്ടും വന്ന് റീഷൂട്ട് ചെയ്യുക ചെയ്ത്. അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോഴാണ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മളെപ്പോഴും തമാശയായിട്ട് പറയുന്നത്, എല്ലാം കഴിയുമ്പോഴേക്കും പോലീസ് വരും എന്ന് പറയുന്ന പോലെ ഓം ശിവപുരിയാണ് പോലീസ് ഇൻസ്പെക്ടർ. പുള്ളി വന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഭാഷണം പുള്ളി കൊടുക്കും. നിങ്ങളൊരു പോലീസ് ഓഫീസറാണ്, നിങ്ങളിങ്ങനെ നിയമം കയ്യിലെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഗബ്ബർ സിംഗിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് തോന്നിയത്. അതേസമയം ഒറിജിനലിൻ്റെ വൈകാരികത എന്ത് ഭംഗിയായിരുന്നു. ഇക്കാലത്ത് അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അന്നത്തെ തെറ്റ് ഇന്നത്തെ ശരിയായി മാറി. അപ്പോൾ അത് ഒറിജിനൽ സീൻ എടുത്തിരുന്നെങ്കിൽ സോലയോ ഇനിയും ഒന്നുകൂടി വിജയിച്ചതിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷം 50ാമത്തെ വാർഷികത്തിൽ 4K ഡിജിറ്റലിലേക്ക് മാറ്റി റിലീസ് ചെയ്തു. അതിൽ ഈ പഴയ ഒറിജിനൽ ക്ലൈമാക്സ് വീണ്ടും കാണിച്ചിട്ടുണ്ട്. സോ അത് കുറേ പേർക്ക് കാണാൻ, അല്ലെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് ആ സീൻ. ഒരു ഗാനരംഗം, അതും പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഒരു 8 മിനിറ്റുള്ള അതിന് 4 ധാം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗാനരംഗം, ഒരു കവാലിയാണ്. ആ കവാലി ഗംഭീര ഒരു കവാലിയാണ്. के चांद सा कोई चेहरा न पहलू में हो, अर्ज किया है इरशाद आए के चांद सा कोई चेहरा
न पहलू में हो तो चांदनी का मजा नहीं आता चांद सा कोई चेहरा न पहलू में हो അത് പാടിയിരിക്കുന്നത് കിഷോർ കുമാർ, മന്നാടെ, ഭൂപേന്ദ്ര സിംഗ്. ഭൂപേന്ദ്ര സിംഗ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പാടിയതായിരിക്കും ഒരു പക്ഷേ. ഭൂപേന്ദ്ര സിംഗ് പിന്നെ ഒരു അറിയപ്പെടുന്ന ഗായകനായി മാറി. ഗുൽസാറിൻ്റെയും ആർ ഡി ബർമന് വേണ്ടി തന്നെയാണ് പുള്ളി പാടിയത്. ആർ ഡി ബർമൻ്റെ ഗിറ്റാറിസ്റ്റ് ആയിരുന്നു ഭൂപേന്ദ്ര സിംഗ്. അദ്ദേഹം പിന്നെ ഒരുപാട് മൗസം, അടുത്ത വർഷം ഇറങ്ങിയ മൗസം എന്നുള്ള സഞ്ജീവ് കുമാറിൻ്റെ ചിത്രത്തിൽ ഗംഭീരമായിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട്. ദിൽ ധൂംതാ ഹൈ ഫിർ വഹി ഫുർസത്തെ രാത് ദിൻ. പിന്നെയും ആർ ഡി ബർമന് വേണ്ടി കുറേ പാട്ടുകൾ പുള്ളി പാടിയിട്ടുണ്ട്. ഒരു അറിയപ്പെടുന്ന സിംഗറായി മാറി ഭൂപേന്ദ്ര സിംഗ്. അപ്പോൾ അദ്ദേഹം, മന്നാടെ, ഭൂപേന്ദ്ര സിംഗ്, കിഷോർ കുമാർ, പിന്നെ അതിലെ തമാശ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിറിസ്റ്റ് ഇതിൻ്റെ കവിത എഴുതിയ ആനന്ദ് ബക്ഷിയും അതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ആനന്ദ് ബക്ഷി പറയുമായിരുന്നു, ആ പാട്ട് കട്ട് ചെയ്തതോടുകൂടി എൻ്റെ ഗായകൻ എന്നുള്ള എൻ്റെ ഒരേ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ആനന്ദ് ബക്ഷി പറയുമായിരുന്നു. അപ്പോൾ ആ പാട്ടും ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ അതും ഈ ദൈർഘ്യം കാരണം കട്ട് ചെയ്യപ്പെട്ട ഒരു സീനായിരുന്നു. സാർ 4.5 മണിക്കൂർ സിനിമ എന്ന് പറയുന്നത് ഒന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത വർഷം 4.5 മണിക്കൂർ. അപ്പോൾ ഷൂട്ട് ചെയ്തത് എന്തുമാത്രം കാണുമായിരിക്കും? ഷൂട്ട് ചെയ്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 73 തുടങ്ങി 75 ഏതാണ്ട് 2 വർഷത്തേക്ക് ആ ഷൂട്ടിംഗ് പോയി. പല സീൻസും എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുത്ത് ചെലവഴിച്ചാണ് സീൻസൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ അതുമാത്രമല്ല, അവർ പിന്നെയും ഒരു കാര്യം ചെയ്തു. രമേഷ് ഷെപ്പി ഇത് 35mm ഷൂട്ട് ചെയ്തത്. പക്ഷേ 70mm റിലീസ് ചെയ്യാനെന്നുള്ള വാശിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് ലണ്ടനിലേക്ക് കൊണ്ടുപോയി 70mm അത് കൺവെർട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ 70mm പാരലായിട്ട് റിലീസ് ചെയ്തു, 35mm പാരലായിട്ട് റിലീസ് ചെയ്തു. അങ്ങനെയാണ്. അപ്പോൾ 70mm 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക്കാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ആൾക്കാരൊക്കെ കാണുന്നത്. അൾട്രാസോണിക് എന്ന് ആ ഒരു ടേം ആണോ? അൾട്രാസോണിക് ആണെന്നല്ല, 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക്കാണ്. 6 ചാനൽ ഉണ്ടാവും. 70mm 6 ട്രാക്ക് സ്റ്റീരിയോഫോണിക്. അപ്പോൾ അതിൽ ഒരു കോയിൻ ഒക്കെ വീഴുന്ന, അപ്പോൾ അന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോയിൻ ഇങ്ങനെ വീഴുമ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ആൾക്കാർ സീറ്റിൻ്റെ അടിയിൽ പരതി നോക്കുന്നത് കേട്ടിട്ടുണ്ട്, കോയിൻ വീണോന്ന് ആദ്യമായിട്ടാണ് ആൾക്കാർ ഇതൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതുവരെ കേട്ടിട്ടില്ല. അതുപോലെ ഈ കോയിൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം, നിങ്ങളത് കണ്ടു കാണുമല്ലോ. കോയിന് ഒരേ സൈഡിലുള്ള കോയിൻ്റെ 2 സൈഡും ഹെഡായിരുന്നു. അപ്പോൾ അമിതാഭ് ബച്ചൻ പുള്ളിയുടെ കാര്യം സാധിക്കാൻ വേണ്ടി ധർമ്മേന്ദ്രയെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ അവസാനം ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പുള്ളി അത് ഉപയോഗിക്കും. അങ്ങനെയാണ് പുള്ളി മരിക്കുന്നത്. ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡോ ടൈലോ എന്ന് നോക്കുന്നത് പറയുമ്പോൾ എപ്പോഴും ഹെഡേ വരുള്ളൂ. 2 സൈഡ് ഹെഡാണ്. പുള്ളി ഹെഡ് പറയുകയും ചെയ്യും. അപ്പോൾ അതൊരു വേറൊരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ ത്രെഡ് മറ്റൊരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് കടമെടുത്തതാണ്. ഫ്രണ്ട്ഷിപ്പ് കാണിക്കാൻ എന്ന് പറയപ്പെടുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ കാണിക്കാൻ പറ്റുന്ന ഒരു സിമ്പലാണത്. അപ്പോൾ അതും ഒരു രസകരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഈ കോയിൻ ടോസ് ചെയ്യുന്ന രംഗവും ഒരു ഇംഗ്ലീഷ് സിനിമ, ഗാർഡൻ ഓഫ് ഈവിൽ എന്ന് പറഞ്ഞ ഗാരി കൂപ്പറിൻ്റെ ഒരു ഇംഗ്ലീഷ് സിനിമ ബേസ് ചെയ്തിട്ടാണ് എടുത്തതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ രംഗം മാത്രം, ഈ ഒരു കോൺസെപ്റ്റ് മാത്രം എന്ന് പറഞ്ഞാൽ ഗാർഡൻ ഓഫ് ദി ഈവിൽ എന്നുള്ള സിനിമയും ഷോളയും അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇതുപോലത്തെ ചില എഫക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, അപ്പോൾ അവരെന്തുമാത്രം, ഞാനെപ്പോഴും ആലോചിക്കുന്നത് സലീം ജാവേദും രമേഷ് സെപ്പിയും എന്തുമാത്രം ഇതിനു വേണ്ടി വായിക്കുകയും സിനിമകൾ കാണുകയും ചെയ്തതാണ് റെഫറൻസ് എടുക്കാനായിട്ട്. എന്നിട്ട് അത് ഗംഭീരമായിട്ട് നമ്മുടെ സ്റ്റോറിയുടെ കോണ്ടെക്സ്റ്റിൽ സന്നിവേശിപ്പിച്ചെടുക്കുക എന്നുള്ള ഗംഭീര വർക്ക് തന്നെയാണ് ഷോലി. അത് ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം. അത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പോഴും അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാ സീനും അറിയാമെങ്കിലും എല്ലാ ഡയലോഗും അറിയാമെങ്കിലും ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഹേമമാലിനിയുടെ റോൾ ഉണ്ടല്ലോ, സംസാരിച്ചുകൊണ്ടേയിരിക്കും. ബക് ബക് കർണാന്ന് ഹിന്ദിയിൽ പറയുന്നത്, വായാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിലൊരു അവർ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഫ്രണ്ടിൽ ഇരിക്കുകയാണല്ലോ ഇവർ താങ്ക മറ്റേ ഓടിക്കുമ്പോൾ. അപ്പോൾ അവസാനം ഇവർ ചോദിക്കും, എൻ്റെ പേര് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അമിതാഭ് ബച്ചൻ റിപ്ലൈ ചെയ്യും, തുമാര നാം ക്യാ ഹേ ബസന്തി എന്ന് ചോദിക്കും എന്ന് പറയുന്ന പോലെ. അതിനു മുമ്പ് തന്നെ പേര് 100 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ അമ്പലത്തിൻ്റെ പുറകിരുന്ന് ഇവരെ പറ്റിക്കാൻ ശ്രമിക്കുന്നതും, ധർമ്മേന്ദ്ര വിഗ്രഹത്തിൻ്റെ പുറകിരുന്നിട്ട് ബസന്തിയെ പറ്റിക്കാൻ ശ്രമിക്കുന്ന അമിതാഭ് ബച്ചൻ അവരെ പുറകെ വന്ന് ഇയാൾ ഇങ്ങനെ പറയുകയാണെന്ന്
കാണിച്ചു കൊടുക്കുകയും അങ്ങനെ രസകരം അവിടെയും അതായത് ഈ സിനിമയിലെ എല്ലാവിധ മനുഷ്യ വികാരങ്ങളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, പ്രേമമാണെങ്കിൽ പ്രേമം, ധൈര്യമുണ്ടെങ്കിൽ ധൈര്യം, ക്രൂരത കാണിക്കാൻ അങ്ങേ അറ്റത്തെ ക്രൂരത കാണിക്കുക. ഈ ഗബ്ബർ സിംഗ് എന്നുള്ള വില്ലൻ ക്യാരക്ടറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പുള്ളി ഒരു കാരണവശാലും എന്താ പറയുക, ഒരു കമ്പാഷനും ഇല്ലാത്ത ക്രൂരനായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ഈ പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ പുള്ളി ആനന്ദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അത് പറയുന്നതിൽ പുള്ളിക്ക് ഒരു മടിയുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ടല്ലേ പുള്ളി സംഭവം എടുത്ത് ചോദിക്കുന്നത്, എൻ്റെ പേരിൽ എത്ര ഗവൺമെൻറ് ഇനാം വെച്ചിരിക്കുന്നതെന്ന് പുള്ളി ചോദിക്കുന്നത് പുള്ളി അതൊരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ പറയും, അമ്മമാർ എപ്പോഴും എന്നെ കാണുമ്പോൾ എപ്പോഴും കുട്ടികളോട് ഉറങ്ങിയില്ലെങ്കിൽ പറയും മര്യാദയ്ക്ക് ഉറങ്ങിയോ അല്ലെങ്കിൽ ഗബ്ബർ വരും എന്ന് അയാൾ തന്നെ പറയുകയാണ്. അപ്പോൾ അത്രത്തോളം ക്രൂരത പ്രതിപാദിക്കുന്ന ഒരു മനുഷ്യൻ, അതിന് യാതൊരുവിധ സങ്കോചമോ യാതൊരു കുറ്റബോധവും ഇല്ലാത്ത തരത്തിലുള്ള ഒരു വില്ലനിസം, അത് ആദ്യമായിട്ടാണ് ഐ തിങ്ക് പീപ്പിൾ ആർ സീയിങ്. പക്ഷെ എന്നിട്ട് ആൾക്കാർ എന്ത് പറ്റി, ഇതിലെ ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് ഗബ്ബർ സിംഗായി മാറി. അതിനുശേഷമുള്ള പ്രൊമോ, സിനിമ കഴിഞ്ഞ് വിജയിപ്പിക്കാനുള്ള പ്രൊമോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഗബ്ബർ സിംഗിനെ വെച്ച് ബ്രിട്ടാനിയ ഒരു അഡ്വർടൈസ്മെൻ്റ് തന്നെ നടത്തി. അതായത് ഗബ്ബർക്ക് അസ്ലി പസന്ത് എന്ന് പറഞ്ഞ് ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റ്, കുട്ടികളൊക്കെ അത് ഭയങ്കര എൻജോയ് ചെയ്ത്. അന്ന് പാർലെ ആയിരുന്നു കോമ്പറ്റീറ്റർ. പാർലെയെക്കാട്ടിലും കൂടുതൽ സെയിൽസ് നമ്മുടെ ബ്രിട്ടാനിയക്ക് കിട്ടി. അങ്ങനെ പല കഥകളുണ്ട്. അതുപോലെ ഇത് വേറൊരു ഭയങ്കര രസം എന്ന് പറയുന്നത്, ഈ സിനിമ മിനർവയിൽ എല്ലാ ദിവസവും സൂപ്പർ ഹിറ്റായിട്ട് ഓടി, ഫുൾ ഹൗസ്ഫുള്ളായിരുന്നു. ബോംബെയിലെ പല സിനിമകളിൽ ഇത് ഓടുന്നുണ്ട്. പക്ഷെ പൊതുവേ ഉള്ള ഒരു പ്രചാരം എന്ന് പറഞ്ഞാൽ ഈ സിനിമ പാളിസായി പൊട്ടിപ്പോയി എന്നാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും രമേശ് സിബിക്കൊക്കെ ആദിയായി. എന്നിട്ട് എല്ലാവരും അമിതാഭ് ബച്ചൻ്റെ വീട്ടിൽ കൂടിയിട്ട് നമുക്കിത് റീഷൂട്ട് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് ഏതാണ്ട് പോയി. എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ ചാകുന്നത് അപ്പോഴേക്കും സൻസീർ റിലീസായി കഴിഞ്ഞു, ദീവാർ റിലീസായി കഴിഞ്ഞു. അപ്പോൾ അമിതാഭ് ബച്ചൻ സൂപ്പർ സ്റ്റാറായി. അപ്പോൾ അമിതാഭ് ബച്ചൻ മരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഇതൊരു സിനാറിയോ ആയി. അപ്പോൾ അമിതാഭ് ബച്ചൻ ജീവിച്ചിരിക്കുന്നത് പോലെ റീഷൂട്ട് ചെയ്യാന്നൊക്കെ ഒരു തീരുമാനം വന്നു. പക്ഷെ സലീം ജാവേദ് പറഞ്ഞു ഒരു രക്ഷയില്ല, പറ്റില്ല. സാർ ഒരു കാര്യം ഒന്ന് ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ സാർ, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ അപ്പോൾ സൂപ്പർ സ്റ്റാർ അല്ല. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുള്ളി സൂപ്പർ സ്റ്റാർ. കാരണം 2 സിനിമ റിലീസായി, സഞ്ചീറും വന്നു, ദീവാറും വന്നു. 2ഉം സലീം ജാവേദിൻ്റെ തന്നെ കഥകളായിരുന്നു. അത് 2 സൂപ്പർ ഹിറ്റായി. ആംഗ്രി യങ് മാൻ എന്ന് പറഞ്ഞ ഒരു ഇമേജ് അമിതാഭ് ബച്ചൻ അപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് ഷോലെ റിലീസാകുന്നതും അതിൽ അമിതാഭ് ബച്ചൻ മരിക്കുന്നതും. അപ്പോൾ അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ സലീം ജാവേദ് പറഞ്ഞു നോ ചേഞ്ച്, കാരണം ഇത് തന്നെ ഒരു സഹാനുഭൂതി കിട്ടും, അത് തന്നെ നമുക്കൊരു സക്സസ് ആവും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഒരു പോക്കായിരുന്നു ഷോലേക്കുണ്ടായിരുന്നത്. ഒരു പതിയെയുള്ള തുടക്കമായിരുന്നു ആൾക്കാരുടെ ഒരു പ്രതികരണം. ഫുള്ളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പ്രതികരണം ആൾക്കാരൊന്നും പറയുന്നില്ല. അത് പിന്നെ ഇവർക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അവർ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്താണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട്. തിയേറ്റർ ഓണർ പറയായിരുന്നു, രമേശ് പി വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഈ സിനിമ സൂപ്പർ ഹിറ്റാണ്. കാരണം എൻ്റെ തിയേറ്ററിലുള്ള മറ്റുള്ള ഭക്ഷണ സെയിൽസ് ഉണ്ടല്ലോ അത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ മറ്റേ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങുന്നില്ല, പുറത്തിറങ്ങിയാലേ ഒരു ഫുഡ് വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ തഥാപ്യം പ്രാപിച്ചിങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേർഡ് ഓഫ് മൗത്ത് വന്ന് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ആ സിനിമ അങ്ങ് പോയി. ടൈറ്റിലിൽ തന്നെ 4-മത്തെ 5-മത്തെയോ ഇതിലാണ് പേരെഴുതി കാണിക്കുന്നത് അമിതാഭ് ബച്ചൻ. അതെ. കാരണം അന്ന് അമിതാഭ് ബച്ചൻ ഒരു സൂപ്പർ സ്റ്റാർ ആയില്ല തുടങ്ങുന്ന സമയത്ത്. പിന്നെ അമിതാഭ് ബച്ചൻ ബൈ ദ ടൈം ദീവാർ പിടിച്ചാൽ കിട്ടാത്ത അത് ഇതിൽ ഇത്രയും നമ്മൾ പറഞ്ഞല്ലോ, ഷോലെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതിമനോഹരമായ ഫോട്ടോഗ്രാഫി, ടെക്നിക്കലി സൂപ്പർ, നല്ല ആക്ടിങ്, നല്ല കഥാപാത്രങ്ങൾ, പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള ഡയറക്ഷന്, ഇതിലെല്ലാം ഫിലിംഫെയർ നോമിനേഷൻ കിട്ടി. പക്ഷെ ഒരൊറ്റ ഫിലിംഫെയർ അവാർഡേ കിട്ടിയുള്ളൂ, അതും എഡിറ്റിങ്ങിനായിരുന്നു. ബാക്കി ഒന്നും, എല്ലാ അവാർഡും ദീവാറിനാണ് പോയത് അന്ന്, ഈ ഡയറക്ഷൻ അടക്കം പ്രകാശ് മെഹ്റ. അല്ലാതെ ഷോലേക്ക് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഷോലെ ജനം അങ്ങ് ഏറ്റെടുത്തു എന്ന് വേണം പറയാം. അങ്ങനെയാണത്. പക്ഷെ ഇതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഷോലെ ഡിസേർവ്ഡ് സം അവാർഡ്സ് ഡെഫിനറ്റ്ലി.
പക്ഷെ അത് കിട്ടിയില്ല ആ കാലത്ത്. ഒരുപാട് രസകരമായ ഇനിയും പറയാം. സാർ ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സാറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം സാറ് സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നിൽക്കുന്ന ഒരു ആളാണ്, സ്പേസ് സയൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്, ക്രയോജനിക് എൻജിൻ ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ആ മിഷനിലുണ്ടായിരുന്ന ഒരാളാണ്. സാറ് ഈ തിരക്കിട്ട ജീവിതത്തിൻ്റെ ഇടയിൽ ഈ കലയെക്കുറിച്ച് സംസാരിക്കാനും സിനിമയെക്കുറിച്ച് സംസാരിക്കാനും സംഗീതത്തിനെക്കുറിച്ച് തന്നെ സാർ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സാർ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡെഡിക്കേഷൻ സമയം സാറ് ചിലവഴിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. സാർ ഇതിനൊക്കെയുള്ള സമയം എപ്പോഴാണ് കണ്ടെത്തുന്നത്? അത് ഞാൻ എപ്പോഴും പലയിടത്തും പറയാറുണ്ട്, നമുക്ക് വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിനും നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ പാഷനാണ്. അപ്പോൾ എനിക്ക് പാഷനുള്ളപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കൊരു പാഷനാണ്. ISROയിൽ ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോൾ ഞാൻ വഹിക്കുന്ന ഞാൻ ചുമതലപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളിലും അത് ക്രോഡീകരിച്ച് ചെയ്യാനായിട്ട് എനിക്ക് പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പാട്ടും, അതേപോലെ തന്നെയാണ് സിനിമയും. അപ്പോൾ സിനിമ കാണുന്നതും എനിക്കൊരു പാഷനാണ്. ഞാൻ മിക്കവാറും എല്ലാ സിനിമയും ഞാൻ കാണും. അപ്പോൾ എങ്ങനെ സമയം കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഞാൻ സമയം കണ്ടെത്തും. അത് യാത്ര ചെയ്യുക എന്നുള്ളത് എനിക്കൊരു പാഷനാണ്. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ യാത്ര ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കഴിയുന്നിടത്ത് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് നമ്മൾ കൺവിൻസ്ഡാണ് എനിക്കിതൊക്കെ വേണം, എനിക്കിതൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ സമയം കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോക സിനിമയിലൂടെ എന്ന നമ്മുടെ ഈ പുതിയ പരമ്പരയിൽ ഷോല എന്ന നമ്മുടെ ഇന്ത്യയുടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സാറ് അവതരിപ്പിച്ചു. വളരെ രസകരമായിരുന്നു. മാത്രമല്ല ഒരുപാട് സിനിമയെ സംബന്ധിച്ചിട്ടുള്ള കുഞ്ഞു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടും വിശദമായിട്ടും തന്നെ സാറ് പറഞ്ഞു തന്നു. ഈ ഒരു നമ്മുടെ ഒരു പുതിയ സംരംഭമായിട്ട് സഹകരിച്ചതിന് സാറിന് വളരെയധികം ഒരു നന്ദി പറയുകയാണ്. വീണ്ടും നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് തുടർന്ന് സഹകരിക്കണം, നമുക്ക് വേണ്ട അഡ്വൈസ് തരണം എന്നും കൂടെ നമ്മൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനും വളരെയധികം എൻജോയ് ചെയ്ത് ആനന്ദിച്ച് കുറേ നിമിഷങ്ങൾ എനിക്ക് തന്നതിനും വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഇനിയും കാണാം. ഇനിയും നമ്മുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിയുന്ന വിഷയങ്ങൾ വീണ്ടും ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.